നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യ സെമി ഫൈനൽ കഴിഞ്ഞ് സ്പെയിന് ഫൈനലിലെത്തി കാത്തു നിൽക്കുകയാണ്. ആരായിരിക്കും അവരുടെ എതിരാളികളായിട്ട് വരിക എന്നുള്ളത് ഇന്ന് രാത്രിയാണ് അറിയുക. രാത്രി 12:30 ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. വളരെ വളരെ ആവേശത്തോടു കൂടി ആരാധകർ കാത്തിരിക്കുന്ന കളിയാണ്. ഒരുപാട് ചരിത്രപരമായ പ്രാധാന്യമൊക്കെ ഉണ്ട്. എന്തായാലും കളി വിലയിരുത്താൻ വേണ്ടി നമ്മോടൊപ്പം കളി നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. നമുക്ക് ഈ ചരിത്രം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കുറേ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് പോകണമെന്നില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു. മാത്രമല്ല, തോമസ് തുഷൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ചരിത്രത്തിൽ ഞങ്ങളങ്ങനെ ഡ്വെല്ല് ചെയ്യുന്നില്ല, അത് അർജൻറ്റീൻ കൾച്ചറാണ് ചരിത്രത്തിൽ, അത് ചിലപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്നും പറയുന്നുണ്ട്. അതൊരു മൈൻഡ് ഗെയിം ആവാം. സ്കലോനിയും പറയുന്നു തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളിൽ വലിയ കാര്യമൊന്നുമില്ല, ഇത് ജസ്റ്റ് അനദർ ഫുട്ബോൾ ഗെയിം എന്നാണ് അദ്ദേഹവും പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ഇന്ന് അർജൻറ്റീന ഇംഗ്ലണ്ട് മത്സരം, രണ്ട് ടീമുകളുടെയും നമ്മൾ നോക്കൗട്ട് സ്റ്റേജിലെ പ്രകടനം നോക്കിയാൽ, നോക്കൗട്ട് സ്റ്റേജ് ഗ്രൂപ്പ് സ്റ്റേജിൽ അർജൻറ്റീന അബ്സല്യൂട്ട് ഒരു നല്ല പെർഫോമൻസ് വഴിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ നോക്കൗട്ട് സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും രണ്ടും ഏകദേശം സമാനമായ രീതിയിലാണ് ഈ സെമി ഫൈനലിൽ എത്തിക്കുന്നത് കാണാം. സ്ട്രഗിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് ചാലഞ്ചുകൾ ഓവർകം ചെയ്തിട്ട് ഒക്കെയാണ് അവർ വന്നിട്ടുള്ളത്. ഏകദേശം സമാനത ആ രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ടീം വൈസ് നമ്മൾ നോക്കുമ്പോൾ രണ്ട് ടീം കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിന് ഒരു എഡ്ജ് ഉണ്ട്. ടീം നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ അർജൻറ്റീന ഓക്കെ, നമ്മളിപ്പോൾ വേൾഡ് കപ്പ് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. അവരുടെ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷം ഏകദേശം ഒരേപോലെ പന്ത് തട്ടി ഒരു യൂണിറ്റ് പോലെ നടക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് എക്സ്പീരിയൻസിൽ നമ്മൾ എടുക്കുന്ന ആക്ച്വലി നമ്മളൊരു സ്ലഗിഷ്നെസ്, ഒരു ലേസിനെസ്, ഒരു അലസത, അത് നമുക്ക് അർജൻറ്റീനയിൽ നിന്ന് കാണുന്നുണ്ടോ എന്ന് സംശയമല്ല. എനിക്ക് തോന്നുന്നത് പ്രകടമാണ് തോന്നുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഉണ്ടെന്ന പോലെയുള്ള ഒരു യൂണിറ്റി, എന്താ പറയുക, അതേപോലെ തന്നെ റാപ്പോയും അതേ രീതിയിലുള്ള ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് അർജൻറ്റീനയിൽ കാണാൻ പറ്റുന്നത്. എസ്പെഷ്യലി ഒരു ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ, ഗോളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ സ്ലോ ആകുന്ന, വളരെ സ്ലഗ്ഗിഷ് ആകുന്ന ഒരു അർജൻറ്റീന നമുക്ക് കാണുന്നുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ അതേ സമയം എന്ന് പറയുന്നത് അവർ ഒന്നുകൂടി ഇപ്രാവശ്യം ഒരു ഫയറോട് കൂടി ഒന്നുകൂടി ഇൻറ്റൻസിറ്റിയോടൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി അത് നമ്മൾ പ്രധാനമായിട്ടും 2 പ്ലെയേഴ്സിൽ കേന്ദ്രീകൃതമാണ്. അപ്പോൾ വിങ്ങളിൽ നിന്നുള്ള അസിസ്റ്റുകളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ എന്നാലും കെയ്ൻ, ബെല്ലിംഗാം എന്ന് പറയുന്ന 2 പ്ലെയേഴ്സ് വളരെ നിർണായകമാണ്. ബെല്ലിംഗാം എന്ന് പറയുന്നത് വളരെ കമ്മിറ്റ്മെൻറ്റും ആത്മാർത്ഥത്തോട് കൂടിയിട്ട് ആക്ച്വലി നമ്മൾ ആ ഒരു ഇംഗ്ലണ്ട് ടീമിൻ്റെ ഒരു എൻജിൻ, ഡബിൾ എൻജിൻ എന്നുള്ള രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണെന്നുള്ളതാണ്. ഒരു ഫുൾ പാക്കേജാണ്. അപ്പോൾ അപ്പുറത്ത് പക്ഷേ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെയാണ് പോകുന്നത്, മെസ്സി എന്ന് പറയുന്ന ജീനിയസിൻ്റെ ചുമലിലേറിയിട്ടാണ് ആക്ച്വലി എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ 2 ടീമിൻ്റെയും മുന്നോട്ടുള്ള പോക്കിൻ്റെ സമാനതയൊക്കെ മറ്റൊരു എപ്പിസോഡിൽ, അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കാതെ നമ്മൾ ഇന്നത്തെ കളിയിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ 2 ടീമിനും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇംഗ്ലണ്ട് എന്തോ അർജൻറ്റീനയേക്കാൾ ഏറെ മുകളിലാണ് എന്നൊരു തോന്നലുണ്ടാക്കേണ്ട കാര്യമില്ല. അതാണ് സ്കലോനിയും പറഞ്ഞത്. ടീമിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നു, അതിലൊന്നും യാതൊരുവിധ അർത്ഥവുമില്ല. കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്കും ഇവിടെ ഉണ്ട്. ഞങ്ങൾ സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ റൈറ്റായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര മികവിലല്ല ഞങ്ങൾ എന്നുള്ളത് സമ്മതിക്കുന്നു കൂടി കോച്ച് അതിൽ പറയുന്നുണ്ട്. ഇവർ ബോണ്ടും റാപ്പും ഒക്കെ വളരെ നല്ല രൂപത്തിലുണ്ട്. ബട്ട് ആ ഇൻറ്റൻസിറ്റിയുടെ ഒരു കുറവാണ് പലപ്പോഴും നമ്മൾ അർജൻറ്റീനയുടെ കാര്യത്തിൽ കാണുന്നത്. അതിലപ്പോൾ ഇന്നത്തെ കളിയിലേക്ക് നമ്മൾ വരുമ്പോൾ അർജൻറ്റീന അവരുടെ ലൈനപ്പിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തിയേക്കും എന്നുള്ള സൂചനകളുണ്ട്. അത് കോച്ച് കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇന്ന ആളെ മാറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. എതിരാളികളെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ 11ൽ മാറ്റം ഉണ്ടാവാമെന്നാണ് പറഞ്ഞത്. അപ്പം TYC സ്പോർട്സൊക്കെ പറയുന്നത് ഡീബോൾ പുറത്താവും, പകരം ഹുലിയാനോ സിമിയോണിയോ നിക്കോ ഗോൺസാലസോ വരുന്നതാണ്. ഇതൊരു അനിവാര്യമായ മാറ്റമല്ലേ? യാതൊരു സംശയം. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറകോട്ടടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് റൈറ്റ് ബാക്കിൻ്റെ വിഷയമാണ്. അതുപോലെ മിഡ്ഫീൽഡിൽ ഡിപോൾ പക്ഷേ അർജൻറ്റീനയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള, കഴിഞ്ഞ വേൾഡ് കപ്പും അതുമായി ബന്ധപ്പെട്ട അതിന് ശേഷമുള്ള ടീമിലൊക്കെ അർജൻറ്റീനയുടെ സ്കലോണിയുടെ പ്ലാനിലെ പ്രധാനപ്പെട്ട ഒരു ആളാണ് ഡിപോൾ. പക്ഷേ ഏജ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അതോടൊപ്പം ഞാൻ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ട് ഇന്റർ മയാമിയിലേക്ക് കുറച്ച് നേരത്തെ ചേക്കേറിയതും അദ്ദേഹത്തിൻ്റെ കളിയെ ബാധിച്ചു. എനിക്ക് തോന്നുന്നു അത് നമ്മളൊരു കോൺഫിഡൻസിൻ്റെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി കൂടുതലായിട്ട് ലോങ് ടേമിലൊന്നും ഈ ഇൻറ്റൻസിറ്റി അതുപോലെ യൂറോപ്യൻ ലീഗുകളിലൊന്നും കളിക്കാൻ പറ്റില്ല എന്നുള്ളത്
മതി, വേൾഡ് കപ്പ് നേടി. ബോഡി ഗാർഡായിട്ട് അവിടെ നമ്മളിപ്പോ മെസ്സി ക്രിസ്ത്യാനോയുടെ ബോളിൽ അവരുടെ ലോഞ്ചവിറ്റിയുടെ ഒരു നമ്മൾ എന്താ പറയാ, അത് യുണീക്കാണ്. അത് നമുക്ക് അതുപോലെ നമുക്ക് പ്ലേയേഴ്സ് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവരെ ആക്ച്വലി നമ്മൾ എന്താ അത്രമാത്രം ഒരു കോമ്പറ്റീഷൻ വേറെ പ്ലേയേഴ്സ് നേരിടാനും അല്ലെങ്കിൽ അവരെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഇതിൽ ഒരു പക്ഷേ ഒരു സ്പാർക്കും ഫയറൊന്നും അവരിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പോയി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ വേൾഡ് കപ്പിൽ കാണുമ്പോൾ ഡീപോളിന്റെ പെർഫോമൻസുകളൊക്കെ അതേപോലെ ബിലോ പാറാണ് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും അവിടെ മിഡ്ഫീൽഡിൽ ഒരു മാറ്റം, ഒരു വളരെ വേഗതയുള്ളത്. ഇപ്പൊ അർജന്റീന മിഡ്ഫീൽഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാം, നമ്മൾ പല ടീമുകളിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ സ്പെയിൻ ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ മിഡ്ഫീൽഡ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ സ്ലോ ആണ്. നമ്മൾ കാണുന്നുണ്ടോ ഇവരൊക്കെ നമ്മളിപ്പോ ഇംഗ്ലണ്ടിന്റെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ബെല്ലിംഗാമിനൊക്കെ ഒരു കളി കഴിയുമ്പോഴേക്ക് എങ്ങനെ നമ്മൾ കാണുന്നത്, ആകെ സ്വെറ്റ് ചെയ്തിട്ട് എക്സോസ്റ്റ് ചെയ്തിട്ട് ടീമിന് വേണ്ടിയിട്ട് ആക്ച്വലി എന്ന് പറയുന്നത് നമ്മൾ ജീവൻ വരെ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ അത്രയും വേഗത്തിൽ ഓടുന്നുണ്ട്, കളി കഴിയേണ്ട വരെ ഓടുന്നുണ്ട്. ഇപ്പൊ ഇവര് നമ്മൾ അർജന്റീനയുടെ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് അങ്ങനെ റണ്ണ് ചെയ്യുന്നുണ്ടോ? റണ്ണ് ചെയ്യുന്നില്ല, വളരെ കുറവാണ്. അവർ എക്സ്പീരിയൻസ് ഇതുവരെ കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയതിന് തുടർന്ന് വരുന്ന ഒരു യൂണിറ്റായി കളിക്കുന്ന ആ എക്സ്പീരിയൻസ് ഉള്ള രീതിയിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സ്ട്രാ നമ്മൾ എനർജിയും സംഭവങ്ങളും അതിൽ കൊടുക്കണം, നമ്മളൊരു മോട്ടിവേഷന് ഒരു ഇനിയും അതിലൊരു ആക്ച്വലി എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് നേടാൻ അവർക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു. വേൾഡ് കപ്പ് നേടണം തീർച്ചയായിട്ടും, അല്ലെങ്കിൽ മെസ്സിക്ക് വേണ്ടിയിട്ട് നേടണം എന്നുള്ളത്. നമ്മൾ 1986 ശേഷം ഇനിയൊരു വേൾഡ് കപ്പ് ഒന്നുകൂടി നേടണം എന്നുള്ള ഒരു ഫയർ അവരിലുണ്ടായിരുന്നു, ആ യൂണിറ്റിയോടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പുതിയ ഒരു ലക്ഷ്യം അവിടെ ഉണ്ടാക്കണം അവര്. എങ്ങനെ വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുകൂടി നേടണം, ഞങ്ങൾ ഡിഫെൻഡിങ് അടുത്ത ഈ ഒരു കിരീടം നിലനിർത്തണം, അല്ലെങ്കിൽ മെസ്സിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വലിയ വലിയ ലക്ഷ്യങ്ങൾ അവിടെ, അംബിഷൻസ് അവിടെ ഉണ്ടാവണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഇപ്പോൾ എന്ന് പറയുന്നത് അവരുടെ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ആ ഇൻറ്റൻസിറ്റി നമുക്ക് കാണാൻ പറ്റണില്ല എന്നുള്ളതാണ്. സിമിയോണി പരിഹാരമാവോ? സിമിയോണിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സിമിയോണിക്ക് എക്സ്പീരിയൻസ് കുറവിൻ്റെ ഒരു വിഷയം ഉണ്ടാവാം. അതായത് ഫ്രണ്ട്ലി മാച്ചുകളൊക്കെ കളിച്ചിട്ടുള്ള പരിചയമുള്ള കോമ്പറ്റീറ്റീവ് ഇങ്ങനെ മേജർ ടൂർണമെന്റുകളിൽ ഹൈലി കോമ്പറ്റീവ് മാച്ചുകളിൽ കൂടുതൽ കളിച്ച മത്സരം. പക്ഷേ കളിക്കുന്നതാണ്. പക്ഷെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് എങ്ങാണെന്നുള്ളത് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ പറയുക, വലിയ വേദി തുറന്നു കിട്ടുകയാണ്, വലിയൊരു വേദി. ഫാദർ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഫാദർ വലിയ കളി കളിച്ചാണ്, ഫാദർ അടക്കമുള്ള ആളുകള്. അതേപോലെ തന്നെ വലിയ വേദികള് തീർച്ചയായിട്ടും ഒരുപാട് വേൾഡ് ഫുട്ബോളിലെ പ്രതിഭാധനരായ ഒരുപാട് ആളുകൾ ഈ കളി വീക്ഷിക്കാനുണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല. അപ്പൊ ഇവരൊക്കെ വിറ്റ്നസ് ചെയ്യുന്ന ഒരു കളിയിൽ അതിനെക്കുറിച്ചൊരു കോൺഷ്യസ്നെസ്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അത് പെർഫോം ചെയ്യണം. പിന്നെ ഒന്നുകൂടി എങ്ങാകുമ്പോൾ ഫ്രഷ് ആകുമ്പോൾ സാധാരണഗതിയിൽ എന്താ പറയുക, ഒന്നുകൂടി ഫിസിക്കലി സ്ട്രോങ് ആണ്, ഒന്നുകൂടി എനർജി വൈസ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഒരു പോസിറ്റീവായുള്ള ഘടകം അവിടെ ഇതിലുണ്ടാണ്. ഇപ്പം നിലവിൽ ഇപ്പോൾ അർജന്റീനയുടെ മിഡ്ഫീൽഡിന് വേണ്ടത് ഈ ഒരു വേഗതയും അതേപോലെ ഊർജ്ജസ്വലതയാണ്. അപ്പോൾ അത് ഒരുപക്ഷെ സിമിയോണിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിമിയോണി ഓർ നിക്കോ ഗോൺസാലസ് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ. നിക്കോ ആണെങ്കിലും സിമിയോണി ആണെങ്കിലും തീർച്ചയായിട്ടും അത് ടീമിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നിക്കോ ആണെങ്കിൽ പക്ഷേ ഫോർമേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഒരു യങ് ബ്ലഡ് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പോലുള്ള ഒരു ടീമിനെതിരെ. പക്ഷെ അപ്പോഴും റൈറ്റ് വിങ് ബാക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു പരിഹാരമില്ല. മൊളിന അല്ലെങ്കിൽ മൊണ്ടീൽ അല്ലെങ്കിൽ മൊളിന, ഇതാണ് രണ്ടുപേരും അത്ര അങ്ങ് നന്നായി കളിക്കുന്നില്ല. അർജന്റീനയുടെ നമ്മൾ എപ്പോഴും പറഞ്ഞില്ല ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന് ഈ മിഡ്ഫീൽഡിലുള്ള ഒരു വിഷയം, പിന്നെ ഒന്ന് റൈറ്റ് ബാക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് റീപ്ലേസ്മെൻറ്റിനും നമുക്ക് പ്രത്യേകിച്ച് വേറൊരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മൊളീനയ്ക്ക് പകരം മൊണ്ടിൽ വന്നു കഴിഞ്ഞാലും സ്ഥിതി അത് തന്നെയാണ്. കഴിഞ്ഞ സ്വിറ്റ്സർലൻഡിൻ്റെ കളിയിൽ നമ്മൾ കണ്ടത് എൻഡോയെ വളരെ ഈസി ആയിട്ട് അങ്ങനെ ഔട്ട് പേസ് ചെയ്യുന്ന നമ്മൾ കണ്ടു. ഔട്ട് പ്ലേ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടു. നോക്കിയൊക്കെ വാച്ച് ചെയ്യാനല്ലാതെ പറ്റണില്ല എത്തണില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരമായിട്ടുള്ളൊരു റീപ്ലേസ് സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിൻ്റെ റാഷ്ഫോർഡ് ആണെന്നുണ്ടെങ്കിലും ഇനി അവിടെ ആ ഭാഗത്ത് വരാനുള്ളത് ഗോർഡൻ ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചൊരു മൗത്ത് വാട്ടറിങ് സിറ്റുവേഷൻ ആണത് എന്നുള്ളതാണ്. ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് നിൽക്കുന്നത്. കാരണം അതിപ്പോൾ പലാസിയോസിനെ ജോർദനെതിരെ ആ പോസ്റ്റിലൊന്ന് കളിപ്പിച്ച് നോക്കിയത്. ഇത് നാച്ചുറൽ പൊസിഷനൊന്നുമല്ല. എന്തായാലും സെമി ഫൈനലിലേക്ക് അത്തരത്തിലുള്ള ഒരു റിസ്കിലേക്ക് ഇപ്പം കോച്ച് പോവുകയില്ല. അപ്പം മൊണ്ടിയിലോ അല്ലെങ്കിൽ മോളിനെയാണ് ഇപ്പം ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മൊണ്ടിയിലിന് ചില സാധ്യതയുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്ന് മാത്രമേ. എന്തായാലും രണ്ടായാലും വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് അവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ ഇപ്പം ജെമി കാരകറൊക്കെ പറയുന്നത്
മെസ്സി വെറുതെ ഇങ്ങനെ നടക്കുകയുള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല, എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അർജൻറ്റീന ഡിഫെൻഡ് ചെയ്യുമ്പോൾ 9 ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സും ഉള്ളൂ, അതായത് മെസ്സി ഇല്ല, ബോൾ പോയി കഴിഞ്ഞാൽ മെസ്സി ഒന്നും ചെയ്യുന്നില്ല എന്ന് ജെയ്മി കാരഗർ പറയുന്നു. അതുപോലെ ടുഷൽ പക്ഷേ ഇന്നലെ വളരെ നന്നായിട്ടാണ് പ്രസ് കോൺഫറൻസിൽ മെസ്സിയെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹം ഈ പ്രായത്തിൽ ഇങ്ങനെ ടീമിനെ നയിക്കുന്നതൊക്കെ വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തെ എങ്ങനെ മാർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ മാൻ ടു മാൻ മാർക്കിംഗ് ഞാൻ ചിന്തിക്കുന്നുണ്ട്, അത് നടപ്പാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മെസ്സിയെ തടയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഇംഗ്ലണ്ടിന് ഈ കളി വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെസ്സിയെ തടയൽ തന്നെ ആവൂലേ? മെസ്സി സ്വിറ്റ്സർലൻഡ് തടഞ്ഞാണ്. അർജന്റീന എന്ന് പറയുന്നപ്പോൾ സിനോണിമസ് ടു മെസ്സി, അത് യാതൊരു സംശയമില്ല. നമ്മളിപ്പോൾ ഈ കളി അഡ്വാൻസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും മെസ്സിയുടെ ഷോൾഡറിൽ ഏറിയിട്ടാണ് ടീം അഡ്വാൻസ് ചെയ്യുന്നത്. മെസ്സിയെ തടഞ്ഞിട്ടില്ലെങ്കിൽ മെസ്സി എന്ന് പറയുന്ന ഒരു നിമിഷം എന്ന് പറയുന്ന ടീമിൻ്റെ മൊത്തത്തിൽ എന്താ പറയുക ആ ഒരു ഘടന മാറ്റാൻ കഴിയുന്നൊരു പ്ലെയറാണ്, അല്ലെങ്കിൽ റിസൾട്ട് മാറ്റാൻ കഴിയുന്നൊരു പ്ലെയറാണ്. അപ്പോൾ മെസ്സിയെ എനിക്ക് തോന്നുന്നു അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ചെറിയ ടീമുകൾ ചിന്തിക്കുന്നത് പോലെ ആകില്ല സ്വാഭാവികമായിട്ടും മെസ്സി പോലുള്ള പ്ലെയറെ ചെയ്യാൻ വേണ്ടി അവർ ഉണ്ടാക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നോക്കൗട്ട് സ്റ്റേജിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അർജൻറ്റീന, ഈജിപ്റ്റ്, കേപ്പ് വെർദെ 2 ടീമിൽ കളിച്ചിരുന്നു. പക്ഷേ ഈ 2 ടീമിൽ കളിച്ചപ്പോഴും അർജൻറ്റീനക്ക് അല്ലെങ്കിൽ മെസ്സിക്ക് ഒന്നും കൂടി സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു കളിക്കാൻ, ബോക്സിലേക്ക് കയറാൻ. ബോക്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ടച്ചൊക്കെ ചെയ്യാൻ മെസ്സിക്ക് പറ്റിയിരുന്നു. ലോ ബ്ലോക്ക് കളിക്കുകയാണെങ്കിൽ പോലും കഴിഞ്ഞിരുന്നു. പക്ഷേ ലാസ്റ്റ് കളി നമ്മൾ സ്വിറ്റ്സർലൻഡിലെ കളിയില്ലേ, ആ കളിയിൽ മെസ്സിക്ക് ആ രീതിയിലുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണ്? സ്വിറ്റ്സർലൻഡ് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ടീമാണ്. ഇപ്പോൾ യൂറോപ്പിലെ, അപ്പോൾ വേൾഡിലാണെങ്കിൽ നമുക്ക് വേൾഡ് 15 റാങ്കിൽ ഉള്ളിൽ പെടുന്ന ടീമാണ് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾക്ക് സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് മെസ്സിയെ പോലുള്ള പ്ലെയർ എങ്ങനെയാണ് പൂട്ടുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യുക എന്നതിനെ കുറിച്ചൊക്കെ ഒന്നുകൂടി ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ മെസ്സിക്ക് വേണ്ട രീതിയിൽ സ്വാതന്ത്ര്യം കിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് പോലുള്ള ടീമിന് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ളതിനെ കുറിച്ച് ഒന്നുകൂടി ഒരു ഐഡിയ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ നിന്നാണ് അവരത് പറയുന്നത്. തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇപ്പം സ്വിറ്റ്സർലൻഡ് ഇപ്പോൾ എക്സാക്ട്ലി വേൾഡ് റാങ്കിങ് 15 ആണെന്നല്ല സാറ് പറഞ്ഞത്, അതിൽ പിടിക്കണ്ട. അതായത് സാധാരണ ഇൻ ആൻഡ് ഔട്ട് ആ ഒരു 15ലും അതിൻ്റെ ചുറ്റുമൊക്കെ നിൽക്കുന്ന ലോകത്തെ മികച്ച ടീമുകളിൽ ഒന്നായിട്ട് പരിഗണിക്കുന്ന ടീമാണ് സ്വിറ്റ്സർലൻഡ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കറിയാം എന്ത് ചെയ്യണം ഇങ്ങനെയുള്ളൊരു താരത്തെ എന്നുള്ളത്. അതല്ല കേപ്പ് വെർദെയുടെയും ഈജിപ്തിൻ്റെയും ഒക്കെ ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കെതിരെ കളിച്ച പോലെ അത്ര സ്വാതന്ത്ര്യത്തോടു കൂടി ഇവിടെ കളിക്കാൻ കഴിയാതെ പോയത് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ട് എടുക്കുന്ന ഒരു അപ്രോച്ച് എന്തായിരിക്കും? ബെല്ലിംഗാം അതുപോലെ ഹാരി കെയ്ൻ കൂട്ടുകെട്ട് തന്നെ ആയിരിക്കും ഇന്നത്തെ അവരുടെ ഒരു വജ്രായുധം എന്ന് പറയുന്നത്. എന്താണ് അത്ര സംശയം? ഇപ്പോൾ ഇംഗ്ലണ്ട് അടിച്ച ഗോളുകൾ നോക്കിയാൽ മതി, 13 ഗോളുകൾ. അതെ, ഈ 13 ഗോളുകൾ 12 അവർ തന്നെ 6-6 അതാണ് അല്ലേ, 6-6 6+6. ഈ 2 രീതിയിൽ 2 ടീമിൽ 2 പ്രധാന താരങ്ങൾ അടിച്ചിട്ടുള്ള വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. 6+6. ഇപ്പോൾ ഫ്രാൻസിൽ 8+5 ഉണ്ട്, എംബാപ്പയും ഡെമ്പലെയും ഉണ്ട്. പക്ഷേ 6 ഗോള് 2 പേര് അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന് മേലെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം 2 പേരും എങ്ങനെയാണെന്നുള്ളത്. 2 രീതിയിലാണ്. ഇപ്പോൾ ഒന്നുകൂടി നമ്മുടെ ഹാരി കെയ്ൻ കളിക്കുന്ന ഒന്നുകൂടി സ്ട്രൈക്കർ രീതിയിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങി കളിക്കുന്ന പ്ലെയറാണ്. ജൂഡ് ബെല്ലിംഗാം അങ്ങനെയല്ല. ജൂഡ് ബെല്ലിംഗാം എല്ലായിടത്തും എത്തുന്നുണ്ട്, ഒന്നുകൂടി വളരെ സ്വതന്ത്രമായിട്ട് എല്ലാ രീതിയിലും എന്താ പറയുക എത്തി. നമ്മൾ സ്വന്തം ഹാഫിൽ ബോക്സിൽ വരെ വന്നിട്ട് ഡിഫൻസിന് വരെ നിർണായകമായിട്ടുള്ള ഇടപെടൽ കോൺട്രിബ്യൂഷൻ നടത്തുന്ന പ്ലെയറാണ് ബെല്ലിംഗാം. ബെല്ലിംഗാമിൻ്റെ ഓരോ കളി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ കളി അവസാനിക്കുമ്പോൾ വളരെ വളരെ കമ്മിറ്റ്മെൻറ്റ് ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് ബെല്ലിംഗാം കളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബെല്ലിംഗാം എനിക്ക് തോന്നുന്നു ഒരു ഗോൾഡൻ ബോളിന്, ഒരു പക്ഷേ ഈ വേൾഡ് കപ്പ് നേടി ഈവൻ ഫൈനലിൽ എത്തിയാൽ പോലും പെർഫോമൻസ് കൊണ്ട് ഗോൾഡ് ബോളിനൊക്കെ ഒരു സാധ്യതയുള്ള പ്ലെയറാണ് നിലവിൽ ജൂഡ് ബെല്ലിംഗാം. ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും കൂടി ഒരു പക്ഷേ ഒരുമിച്ച് വേണമെങ്കിൽ കൊണ്ടുപോകാമെന്നുള്ളതാണ്. അത് എന്തായിരിക്കും ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന മത്സരത്തിലെ ഫലം അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ടീമിൽ വന്നേക്കാവുന്ന ചില മാറ്റങ്ങൾ അവിടുന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഞാൻ പറയുകയാണ്. ഇതിലിപ്പം പിക്ഫോർഡ് ഗോൾ കീപ്പർ, അതിൽ പ്രധാനമായിട്ടും വരാവുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ക്വൻസ തിരിച്ചെത്തും. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ ആ വിങ് അദ്ദേഹം കളിക്കും. അപ്പോൾ റെഡ് കാർഡ് കിട്ടി, ഒരു കളി സസ്പെൻഷൻ ഉള്ളൂ. ജാരൽ ക്വൻസ അദ്ദേഹം കളിക്കുന്നതാണ് വിചാരിക്കുന്നത്. പിന്നെ അങ്ങനെ വരുമ്പം സ്റ്റോൺസ് ഒരു പക്ഷെ പുറത്താനുള്ള സാധ്യത. മറ്റേ കോൺസ അപ്പം സെൻട്രൽ ബാക്ക് പോസ്റ്റിലേക്ക് മാറും. ഗോയിയും അദ്ദേഹം അവിടെ ഉണ്ടാവും. ഒറീലി ആയിരിക്കും മറുഭാഗത്ത് ഉണ്ടാവുക. പിന്നെ ഡെക്ലൻ റൈസും എലിയറ്റ് ആൻഡേഴ്സണും.
സാക്ക കഴിഞ്ഞ കളിയിൽ മഡൂക്കാണ് കളിച്ചത്, പക്ഷെ അതിൽ സാക്ക തന്നെ വന്നേക്കും എന്നാണ് ഇപ്പോൾ ESPNൻ്റെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ബെല്ലിംഗാമും ഗോർഡനും കെയ്നും. അപ്പോൾ ഇതാണ് ലഭിക്കുന്നൊരു വിവരം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജാരൽ ക്വൻസ വരുന്നു, അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ കഴിഞ്ഞു, അദ്ദേഹം തിരികെ വരുന്നു. അപ്പോൾ അദ്ദേഹം റൈറ്റ് ബാക്ക് പോസ്റ്റിലേക്ക് വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എസ്രി കൊൻസ അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ഡിഫൻസിലേക്ക് തന്നെ മടങ്ങിപ്പോകും. ജോൺ സ്റ്റോൺസ് ബെഞ്ചിലിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ടീമിനെ മെച്ചപ്പെടുത്തേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലാതെ പുറകോട്ട് പോക്കാവില്ല. അപ്പം ഇതാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്. ഒരു സെറ്റ് ടീമാണ് മധ്യനിരയിൽ റൈസും ആൻഡേഴ്സണും ചേർന്നുകൊണ്ട് കളി പിടിക്കുമ്പോൾ അർജൻറ്റീനയുടെ മധ്യനിരയിലെ പ്രതിസന്ധി ഒരു പ്രശ്നമാവൂല എന്നുള്ളതാണ്. ഇതാണ് ഇംഗ്ലണ്ടിന് റീപ്ലേസ്മെന്റ് ഉണ്ട്. നമ്മൾക്ക് ഏത് പൊസിഷനിക്ക് വേണമെന്നുണ്ടെങ്കിലും അവർക്ക് റീപ്ലേസ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അർജന്റീന അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അർജന്റീന നമ്മൾ ഫോർവേഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നുകിൽ ഹൂലിയൻ അല്ലെങ്കിൽ ലൗതാരോ ഇങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇതിലാണ്. ഇനിയിപ്പോൾ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ഉണ്ടോ അവർക്ക്? അതന്നെ ആ വെറൈറ്റി ഇറക്കുന്നതിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇറക്കാൻ പറ്റണില്ല. അപ്പോൾ അർജന്റീന നേടുന്ന വലിയൊരു ധർമ്മസങ്കടമാണ് ആ ഒരു രീതിയിൽ എന്നുള്ളത്. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ ഒരു മെസ്സിയെ മാത്രം ശ്രദ്ധിച്ചാൽ മറ്റുള്ളവർ അതിൻ്റെ രീതിയിലുള്ള പെർഫോമൻസ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ കഴിഞ്ഞ 2022 വേൾഡ് കപ്പിലെ ഒരു ആക്ച്വലി ഞാൻ പറയാം, മെസ്സി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ് ഹൂലിയന്. ഒരൊറ്റ ഗോളാണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ അടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ കളിയിലാണ് അല്ലേ, ആ കിടിലൻ ഗോളാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മളെന്താ പറയുക, ഈ ഒരു ത്രെറ്റാണെന്ന് ഇതുവരെ തോന്നുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റുള്ളതൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെമിയിലേക്ക് വന്നിട്ടുള്ള പ്ലേയേഴ്സിലൊക്കെ എന്ന് പറയുന്നത് ഒരു അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും തീർച്ചയായിട്ടും എന്തുണ്ട്, നമ്മൾ ഒരു ടീമിൻ്റെ നെടുന്തൂണായിട്ട് അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അർജന്റീന അങ്ങനെ ഇല്ല എന്നുള്ളൊരു വിഷയം. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പക്ഷേ ഒരു പോസിറ്റീവ് കാര്യത്തെ വെച്ചാൽ കഴിഞ്ഞ കളിയിലാണ് ലൗട്ടറോയും ഹൂലിയനും ഒക്കെ ഗോൾ അടിച്ചിട്ടുള്ളത്. ലൗട്ടറിൻ്റെ മുമ്പ് ഒരു പെനാൽറ്റി ഗോൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും. അതുകൊണ്ട് അവർ പതിയെ കാര്യങ്ങൾ ട്രാക്കിലാവുന്നു എന്നൊരു പ്രതീക്ഷ ആരാധകർക്കുണ്ട്. പിന്നെ മെക്കലിസ്റ്ററുടെ ഒരു ഹെഡർ ഗോൾ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്കലോനി അവിടെ ഒരിങ്ങനെ ചെസ് ബോർഡിൽ ഓരോന്ന് മാറ്റുന്ന പോലെ ചെയ്യുകയാണ്. പരേഡസിനെ ഡിഫൻസീവ് മിഡാക്കി ഇറക്കിയപ്പോൾ മെക്കലിസ്റ്ററെ അവിടെ നിന്ന് ഫ്രീ ആക്കി മുന്നോട്ട് കയറ്റി വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ എൻസോ ഫെർണാണ്ടസിനും ഡിഫൻസീവ് ഡ്യൂട്ടിയിൽ നിന്നൊന്ന് ഫ്രീ ആയി. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വരുത്തിക്കൊണ്ട് ഒരു വിധത്തിൽ ടീമിനെ ഒപ്പിച്ചങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അർജന്റീനയുടെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതേസമയം ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് അങ്ങനെയല്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താനുള്ള താരങ്ങൾ അവർക്കുണ്ട്. ഒരാൾക്ക് പകരം അതേപോലെ തന്നെ കളിക്കുന്ന മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ടുമായിട്ട് അവർക്ക് വരാൻ പറ്റുന്ന. നിസാർ പറഞ്ഞ വിഷയത്തിലേക്ക് അർജന്റീനയുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതിപ്പോൾ നമ്മുടെ ടോഷലും ഇന്നലെ പറയുകയുണ്ടായി, ഇവന്മാർ തോൽക്കാൻ തയ്യാറല്ല. അവസാനം വരെ പൊരുതാം, തോറ്റ് വീട്ടിൽ പോകാൻ തയ്യാറല്ല. അവസാനം വരെ ഞങ്ങൾ പൊരുതും, ടിൽ ദി എൻഡ് ഞങ്ങൾ അവിടെ നിൽക്കുന്നുള്ളൊരു അതൊരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി അല്ലേ? അതൊരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് ഒത്തിണക്കം. അതായത് ഒന്നാമത് അവർ തമ്മിലൊരു ഈഗോ ക്ലാഷ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പോർച്ചുഗൽ ടീമിന് ഇല്ലാതിരുന്നു അതാണ് എനിക്ക് തോന്നുന്നത്. അവർ ഇപ്പോൾ നേരത്തെ പുറത്താകാനുള്ള ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നതാണ്. അതാണ് പോർച്ചുഗലും അർജന്റീന തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അർജന്റീന നല്ല ടീം എടുത്തോണം. അപ്പോൾ അവിടെ മുൻനിരയിലാണെങ്കിലും ടീം ഒത്താണെന്നുണ്ടെങ്കിലും മെസ്സിയിൽ കേന്ദ്രീകൃതമാണ്. എല്ലാ നീക്കങ്ങളും മെസ്സിയെ ചുറ്റിപ്പറ്റിയാണ് ഉള്ളത്, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ അതിൽ പോലും അവർക്ക് മെസ്സി ചുറ്റിപ്പറ്റിയാണെന്നുള്ളത് കൊണ്ട് അവർക്കൊരു ഈഗോ ക്ലാഷ് വരുന്നില്ല. ഇപ്പോൾ ഹൂലിയൻ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ലൊത്തേറൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്കത് സന്തോഷമേ ഉള്ളൂ. മെസ്സിക്ക് പാസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഗോൾ അടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയുള്ളതിൽ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അത് പ്രകടമാണ്. മറ്റൊന്ന് എന്താണെന്ന് വെച്ചെങ്കിൽ അവർക്ക് അപാരമായിട്ടുള്ള ഗെയിം റീഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഒരു കളിയിൽ ആക്ച്വലി എന്തെങ്കിലും സംഭവിച്ച് തിരിച്ചടി ഒരു സെറ്റ് ബാക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗെയിം റീഡ് ചെയ്ത് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വളരെ വേഗത്തിൽ ഫൈനൽ മൊമെൻറ്റ്സിലാണെങ്കിൽ പോലും ഒരുമിച്ച് നിന്നിട്ട് ആക്രമിച്ചിട്ട് കളിച്ച് തിരിച്ചു വരാനുള്ള ഒരു കഴിവ് നമ്മൾ ഈ നോക്കൗട്ട് സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മൾ കാണാനിരിക്കുന്നു ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ടീം അർജന്റീന മുന്നിൽ വന്ന് പെടുന്ന സെമിഫൈനൽ ടഫസ്റ്റ് ഓപ്പണൻ്റ് ആണ്. ഈ വേൾഡ് കപ്പിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി ടീമിനോട് അർജന്റീന കളിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ചോദ്യം. ഈ ക്വാളിറ്റി ടീമിനോട് കളിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു മെൻറ്റാലിറ്റി കൊണ്ടൊക്കെ മാത്രം പിടിച്ചിരിക്കാൻ പറ്റുമോ? ടീമിന് ആ ഒരു ക്വാളിറ്റി ശരിക്കും കാണിക്കേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ടോപ്പ് 10 ലുള്ള
ഒരു ടീമിനോടും അർജൻറ്റീന കളിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ. ഒരു ടോപ്പ് 10 ആരോടും കളിച്ചിട്ടില്ല. പക്ഷേ അവരിപ്പോൾ കഴിഞ്ഞ കളി ജയിച്ചത് നോർവേക്കെതിരെയാണ്. അതിലും കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. ആ മറ്റേ ക്യാമറയുടെ വയറിൽ തട്ടിയിട്ടുള്ള ബോളിൻ്റെ കാര്യമൊക്കെ. സംഗതി എങ്ങനെയാണെങ്കിലും രണ്ട് ടീമും കടന്നു വന്നത് ഓൾമോസ്റ്റ് ഒരേ പാത്തുകളിലൂടെയാണ്. അപ്പോൾ ഇന്നത്തെ കളിയിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കട്ടക്ക് നിൽക്കുന്ന ഒരു കളിയാണ്. കാരണം ഈ പറയുന്ന എല്ലാ മറ്റേ ഫോക്ലൻഡ് യുദ്ധം, 66-ലെ ആ ഒരു റാറ്റിന് കിട്ടിയിട്ടുള്ള റെഡ് കാർഡ് എന്നില്ല, പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സി, പിന്നെ 86-ൽ നമ്മുടെ കൈകൊണ്ട് ഗോൾ അടിച്ച കാര്യം, പിന്നെ ഒരു വേറെ 102-ൻ്റെ ഗോളുണ്ട്. അപ്പോൾ എല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് സ്കലോനിയും ടോഷിലൊക്കെ പറഞ്ഞ പോലെ ഇറ്റ്സ് ജസ്റ്റ് എ ഫുട്ബോൾ മാച്ച് എന്നിങ്ങനെ വായ കൊണ്ട് പറയാമെന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഇമോഷനൊക്കെ എന്തായാലും രണ്ട് ടീമിലും ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഒരു കഠിന പോരാട്ടം നടക്കും നമ്മൾ കരുതുകയാണ്. അങ്ങനെ ഒരു കഠിന പോരാട്ടം നടന്നാൽ ആരായിരിക്കും സ്പെയിൻ്റെ എതിരാളിയായിട്ട് 19-ാം തീയതി ന്യൂജേഴ്സിയിൽ കളിക്കളത്തിലിറങ്ങുക? നമുക്ക് നോക്കൗട്ട് സ്റ്റേജിൽ ഒരു ടീമിനെ നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. ഒന്നാമത് അർജൻറ്റീന, രണ്ട് ടീമുകളും സെമി ഫൈനലിലേക്ക് എത്തിയ രീതി നമുക്കറിയാം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ചാലഞ്ചുകൾ ഓവർകം ചെയ്യും. അത് എക്സ്പീരിയൻസ് ഉണ്ടാവും, അത് അവർക്ക് നൽകുന്ന കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പം ടീം ചെറുതാണെങ്കിൽ പോലും അല്ലെങ്കിൽ വീക്കാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് രണ്ട് കളിക്കുമ്പോൾ നമുക്ക് ആരാണ് കൃത്യമായിട്ട് ജയിക്കുക എന്ന് നമുക്ക് ഏത് സ്റ്റേജിലേക്ക് എത്താം. ഷൂട്ടൗട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. എമിലിയാനോ മാർട്ടിനസ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ പെർഫോം ചെയ്ത് നമുക്കറിയാം. വേൾഡ് കപ്പിലും കോപ്പ അമേരിക്കയിലൊക്കെ നിലവിലിപ്പോൾ നമ്മുടെ ടീം ഘടന വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിന് സ്വാഭാവികമായിട്ടും ഒരു എഡ്ജ് ഉണ്ട് എന്നുള്ള യാതൊരു സംശയവും. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ റെഗുലർ ടൈമിൽ എനിക്ക് തോന്നുന്നു കളി തീരുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിനാണ് സാധ്യത എന്നുള്ളതാണ്. നേരെ മറിച്ച് എക്സ്ട്രാ ടൈമിലേക്ക് പോയി ഷൂട്ടൗട്ടിലേക്ക് പോവുകയാണെങ്കിൽ അർജന്റീനക്കുറിച്ചാണ് സാധ്യത. അതാണ് സാറിൻ്റെ ഒരു പ്രഡിക്ഷൻ. അതാണ് റെഗുലർ ടൈമിലെയാണ് കളി തീരുന്നതെങ്കിൽ കളി ഇംഗ്ലണ്ട് ജയിക്കും. അതല്ല ഷൂട്ടൗട്ടിലേക്ക് പോവുകയാണെങ്കിൽ അർജന്റീന. കാരണം എമിലിയാനോ മാർട്ടിനസിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ബെല്ലിംഗാം, അതുപോലെ തന്നെ നമ്മുടെ ഹാരി കെയ്ൻ പോലെയുള്ളവർ എന്തായാലും റെഗുലർ ടൈമിൽ കളി തീർക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ മറുഭാഗത്ത് മോശമല്ലാത്ത സെൻറ്റർ ബാക്കുമാരൊക്കെ ഉണ്ട്. ക്യൂട്ടി റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസൊക്കെ, ഇവരൊക്കെ അറിയാവുന്നവരാണ്. നമ്മൾ അതിലേക്കൊന്നും ഡീപ്പായിട്ട് പോകാതിരുന്നത് നമ്മൾ 2 ദിവസം മുമ്പത്തെ എപ്പിസോഡിൽ ഇതേ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞതുകൊണ്ടാണ് ആ ഭാഗത്തേക്കൊന്നും പോകാതിരുന്നത്. അപ്പോൾ എന്തായാലും സാറ് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് പറയുന്നു. 90 മിനിറ്റ്സിലൊക്കെ കളി തീരുകയാണെങ്കിൽ അത് ഇംഗ്ലണ്ടായിരിക്കും കൊണ്ടുപോവുക, ഫൈനലിലേക്കുള്ള ടിക്കറ്റ് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അർജൻറ്റീന ആയിരിക്കും. എൻ്റെ ആഗ്രഹം ഞാൻ പറയുകയാണ്, ഒരു നിരീക്ഷണമൊന്നുമല്ല, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയുകയാണ്. അർജൻറ്റീന ഫൈനലിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ബാക്കി നമുക്ക് നാളെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം.